ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് സീറോ മലബാർ സഭയുടെ ആരാധനക്രമം പിറവിയുടെ 2-ാം വ്യാഴാഴ്ച ജനുവരി 2 വിശുദ്ധ ബേസിലിൻ്റെ തിരുനാൾ ദിവസം. ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളാണ്. യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ യേശു ഗലീലയിലേക്ക് പിൻവാങ്ങി. അവനിങ്ങനെ സെബലൂൺ, നഫ്താലി എന്നീ സ്ഥലങ്ങളുടെ അതിർത്തിയിലൂടെ കടന്നുപോവുകയാണ്. ഇപ്പോൾ സമുദ്രതീരത്തുള്ള കഫർനാമിൽ ചെന്ന് അവസാനം താമസിക്കുന്നത്. ഇവിടെ ഒരു യെശയ്യാ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ടത് പൂർത്തിയാകുവാനാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത്. സമുദ്രത്തിലേക്കുള്ള വഴിയിൽ ജോർദാൻ്റെ മറുകരയിൽ സെബലൂൺ, നഫ്താലി പ്രദേശങ്ങൾ ഞാൻ വിജാതിയുടെ ഈ സ്ഥലങ്ങളെ വിജാതിയുടെ ഗലീൽ എന്നാണ് വിളിക്കുന്നത്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. ഇങ്ങനെയാണ് ഇവിടെ പറയുന്നത്. അന്ധകാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജനങ്ങൾ വലിയ പ്രകാശം കണ്ടു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും ജീവിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 16-17 വാക്യങ്ങളെത്തും നമ്മൾ വായിക്കുക. മരണത്തിൻ്റെ മേഖലയിലും നിഴലിലും വസിച്ചിരുന്നവർക്കായി ഒരു ദീപ്തി ഉദയം ചെയ്തു. നമ്മൾ പ്രത്യാശയുടെ ജൂബിലി വർഷത്തിലാണ് ഈ മരണത്തിൻ്റെ നിഴൽ വിരിച്ചിരിക്കുന്ന ഒരു പ്രദേശത്ത് നമ്മൾ താമസിക്കേണ്ടി വരുന്നു എന്നാണ് ഓർപ്പിക്കുന്നത്. നമ്മളിതിങ്ങനെ മരണത്തിൻ്റെ നിഴൽ വീണ ഒരിടം, ഇത് നമ്മൾ സ്ഥിരമായി പ്രാർത്ഥനയ്ക്ക് ഉപയോഗിക്കുന്ന 23-ാം സങ്കീർത്തനത്തിനകത്ത് ഇങ്ങനൊരു വരി നമ്മൾ വായിക്കും. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വര, അത് പലർക്കും പല രീതിയിലാണ്. ഞാനിത് പെട്ടെന്ന് ഈ ഭാഗം വായിച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലേക്ക് വന്ന സംഭവം, ഞാനൊരു ഹോസ്പിറ്റലിലൂടെ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഞങ്ങളുടെ രൂപതയിലെ ഹോസ്പിറ്റലിൽ സ്പിരിച്വൽ കൗൺസിലറായിട്ട് കൂടി വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് സത്യത്തിൽ ഈ ആശുപത്രി മുഴുവനും കാഷ്വാലിറ്റി, OP, ഇങ്ങനെ നമ്മുടെ ഫാർമസി, ഏത് സ്ഥലം ചെന്നാലും ഇവിടെ എല്ലാം ഇങ്ങനെ ഇത്തിരി നിരാശപ്പെട്ട മനുഷ്യരെ നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിൻ്റെ ഒരു പാരമ്യത എന്നൊക്കെ പറയുന്നത് 2 ഫ്ലോറുണ്ട്. ഒരു ഫ്ലോറിൽ OT ആണ്, ഓപ്പറേഷൻ തിയേറ്ററും പിന്നെ ഈ കാത്ത് ലാബും ഒക്കെ, ഈ കാർഡിയാക് ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുന്ന ആ ഏരിയ. അതിന് പാരലായിട്ട് താഴത്തെ നിലയിൽ ICU സെക്ഷനാണ്. അതായത് മെഡിക്കൽ ICU ഉണ്ട്, ന്യൂറോ ICU ഉണ്ട്, കാർഡിയോ ICU ഉണ്ട്. അത് കഴിയുമ്പോൾ ഒരു ഡയാലിസിസ് വിങ്ങും ഉണ്ട്. ഇത്രയും ഏരിയ. ഈ ഒരു പോർഷനുണ്ട്, ഈ ആശുപത്രിയുടെ ഇത്രയും ഒരു ഭാഗം. ഈ ഭാഗത്തെത്തും ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, മരണത്തിൻ്റെ നിഴൽ വീണ് കിടക്കുന്നൊരു താഴ്വര. എപ്പോൾ ഇങ്ങനെ ഈ ഇരുൾ താഴേക്ക് വന്ന് മൂടിക്കളയുമെന്ന് മനസ്സിലാതെ ഇങ്ങനെ പ്രത്യാശ നശിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അവിടെ ചെല്ലുമ്പോൾ, അവരോടൊപ്പം ആയിരിക്കുമ്പോൾ, അവരോടൊപ്പം സംസാരിക്കുമ്പോൾ അവർക്ക് പ്രത്യാശ നൽകാൻ സാധിക്കുമെന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കാറുള്ള കാര്യം. പ്രത്യേകിച്ച് ഡയാലിസിസ് ഏരിയയിലേക്ക് 4 മണിക്കൂർ ഇങ്ങനെ ഡയാലിസിസ് ഒക്കെ ചെയ്ത് കിടക്കുന്ന ചെറുപ്രായത്തിലുള്ള ആൾക്കാർ വരെ അതിനകത്തുണ്ടെന്നുള്ളത്. വലിയ പ്രായം ചെന്നവർ മാത്രമല്ല, ചെറുപ്രായത്തിലുള്ളവരുണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യാശ, ഇത്ര വർഷങ്ങളായിട്ട് അവരിങ്ങനെ കിടക്കുകയാണ്. വർഷങ്ങളായിട്ട് വന്ന് ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ വന്ന് ഡയാലിസിസ് ചെയ്ത് പോകുന്ന മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ മരണത്തിൻ്റെ നിഴൽ വിരിച്ചു എന്ന് അക്ഷരാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു സ്ഥലം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന നമ്മുടെയൊക്കെ മറ്റ് മാനസികമായിട്ട് നമുക്ക് തോന്നുന്ന മറ്റ് തരം നിരാശകളൊക്കെ നിസ്സാരമാണെന്ന് തോന്നും. ഇനി മറ്റൊന്ന്, രൂപതയിൽ തന്നെ ഈ ജീസസ് ഫ്രട്ടേണിറ്റി എന്ന ജയിൽ മിനിസ്ട്രിയുടെ ചുമതല കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് അഭിനന്ദ പിതാവ്. ജയിൽ സന്ദർശിക്കുക എന്നുള്ളത് എൻ്റെ സെമിനാരി പഠന കാലഘട്ടം തുടങ്ങിയ വളരെ താല്പര്യത്തോടുകൂടി ചെയ്തിരുന്ന എൻ്റെ വളരെ സ്പെഷ്യൽ മിനിസ്ട്രി ആയിരുന്നു ഇത് എന്ന് എപ്പോഴും ചിന്തിക്കാറുണ്ട്. 10-15ഓളം ജയിലുകൾ ഇങ്ങേറ്റം തിരുവനന്തപുരം തൊട്ട് കൊട്ടാരക്കര അകത്തൂടെ ഒക്കെ കറങ്ങി അങ്ങ് കോട്ടയം, ദേവികുളം, അങ്ങനെ പോയി കണ്ണൂർ സെൻട്രൽ ജയിലിൽ, കാസർഗോഡ് വരെ ഒരു 10-15 ജയിലുകളിൽ ഇതുവരെ സന്ദർശിച്ചിട്ടുണ്ട് പല ആവർത്തി. ഇപ്പം ഈ അവിടെയൊക്കെ ചെല്ലുമ്പോൾ മൊത്തം മനുഷ്യർ വിലയിലും കുറേയധികം മനുഷ്യർ ഈ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ ഇങ്ങനെ ജീവിക്കുകയാണ്. അതിനകത്ത് ഇങ്ങനെ താമസിക്കുക.
ഇങ്ങനെ നിരാശപ്പെട്ടു പോയ, പ്രത്യാശ നശിച്ചു പോയ മനുഷ്യൻ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് രണ്ടാമതൊരിടം, എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള രണ്ടാമതൊരിടം. പിന്നെ നമുക്ക് വ്യക്തിപരമായിട്ട് നമ്മുടെ അടുത്ത് ചിലർ സംസാരിക്കാൻ അല്ലെങ്കിൽ അവരുടെ വിഷമം പറയാനൊക്കെ വരുമ്പം നമുക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത കോടികളുടെയൊക്കെ സാമ്പത്തിക ബാധ്യതയിൽ പെട്ടുപോയിട്ട് ചില മനുഷ്യരൊക്കെ വന്നിരിക്കും. പക്ഷേ ഇങ്ങനെ അതും ഒരു മരണത്തിൻ്റെ നിഴൽ വിരിച്ചിരിക്കുന്ന ഒരു താഴ്വരയാണ്. പിന്നെ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും. ഇപ്പം ഞാനീ പറഞ്ഞ വലിയ കഠോരമായ പ്രശ്നങ്ങളെന്ന് മാത്രം ചിന്തിച്ചതിനെ അവസാനിപ്പിക്കേണ്ടതൊന്നുമില്ല. നമ്മളൊക്കെ ആയിരിക്കുന്നത് പോലും നമ്മുടെയൊക്കെ ഒരു ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് തോന്നും, ഞാനും ഇരിക്കുന്നത് ഈ അത്രയും രൂക്ഷമല്ലെങ്കിൽ പോലും ഒരു മരണത്തിൻ്റെ നിഴൽ എനിക്ക് മീതെ കൂടി ഉണ്ട് നമുക്ക് ബോധ്യപ്പെടും. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് ഒരുമിച്ച് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ്: എന്താണ് ഈ മരണത്തിൻ്റെ നിഴൽ വിരിച്ച താഴ്വര? ഇതിന് ഇടയിലൂടെ ആകാശത്തേക്ക് നോക്കുമ്പം അങ്ങകലെ എവിടെയോ ഒരു നക്ഷത്രം മിന്നിത്തിളങ്ങുന്നുണ്ട്, അതാണ് പ്രത്യാശ എന്ന് ചിന്തിക്കരുത്. മരണത്തിൻ്റെ നിഴൽ വിരിച്ച താഴ്വരയിലൂടെ നടക്കുമ്പോഴും അവിടുന്ന് എൻ്റെ കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്നത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് കുർബാനയിലാണ്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ ആശ്രയമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരാൾ അയാളുടെ കടുത്ത പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നിമിഷങ്ങളിൽ നിരാശയിൽ അടിപ്പെട്ടു പോകാതെ പ്രത്യാശയുടെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് തൻ്റെ അരികിലേക്ക് വരുന്ന ആൾ കൂടി പ്രത്യാശ പകരുന്നവരായി മാറുന്നു എന്നുള്ളതാണ് നമുക്ക് വിശുദ്ധരിലും ആത്മീയമായി ഔന്നത്യം പ്രാപിച്ച മനുഷ്യരിലും കാണാൻ സാധിക്കുക. നമുക്ക് ഈ ജനുവരി മാസം 2-ാം തീയതി പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം: കർത്താവേ, പ്രത്യാശയുടെ ദിവ്യകാരുണ്യം നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉള്ളിൽ സ്വീകരിച്ച് മരണത്തിൻ്റെ നിഴൽ വിരിച്ച താഴ്വരയിലൂടെ ധൈര്യസമേതം ഞാൻ മുന്നോട്ട് പോകും. കൂടെ പ്രത്യാശ നശിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ സഹോദരങ്ങളെയും ഞാൻ കൂടെ കൂട്ടും, അവർക്കും പ്രത്യാശ നൽകും. അങ്ങനെ പ്രത്യാശയിൽ നിലനിൽക്കുകയും പ്രത്യാശ പകരുന്നവരായി മാറുകയും ചെയ്തുകൊണ്ട് ദിവ്യകാരുണ്യത്തിന് അടിയുറച്ചൊരു ജീവിതം നമുക്ക് നയിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.